കറണ്ട് പോയി ഗായ്സ്. ഞാൻ ബേസ് കൊട്ടി. കുട്ടികളൊക്കെ നമ്മളെ പാടുന്നത് കാത്തിരിക്കാണ്. അർച്ചക്കൊന്ന് തുടങ്ങി കൊടുക്കേ. എന്റെ ഫോളോവേഴ്സ് കുറെ ആൾക്കാർ പറയും കോമഡി വരാ, നിങ്ങളെ ചെറിയാണ് രസം അങ്ങനൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനല്ല, ഞാൻ മാസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മാസാണ്. എനിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, അതാണ് പ്രശ്നം. തുടങ്ങണുള്ളൂ മക്കളെ. ഹലോ ഗായ്സ്, നമ്മളെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ പരിപാടി മംഗലാപുരത്താണ് പരിപാടി വരുന്നത്. അപ്പോൾ നമുക്ക് 8:30 ട്രെയിൻ ഉണ്ട്. 8:30 ട്രെയിനിന് നമ്മളിപ്പോൾ 7:40 പക്ഷേ ഓരോരുത്തർ വരുന്നുണ്ടല്ലേ. 7:40 നമ്മൾ ആരും ഇവിടുന്ന് ഇറങ്ങിയില്ല. അപ്പോൾ ഇന്ന് എത്തുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമുക്ക് വൈകുന്നേരം അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. 8:30 ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ എത്തൽ 5 മണി 5:45 6 മണിയാവും. അപ്പോൾ പിന്നെ സൗണ്ട് ചെക്ക് നടക്കൂല. ഇതങ്ങനത്തെ ഓരോരുത്തർ വരുന്ന ടൈമാണിത്, കണ്ടോളി. നമ്മുടെ മെയിൻ പാട്ടുകാരൻ പാതിലെത്തിയിട്ടുണ്ട്. ഒരു ഹായ് പറടാ ഹർഷക, ഒരു ഹായ് പറയും. മംഗലാപുരത്ത് ഇപ്പൊ എത്തൂട്ടോ. നമ്മളെ സാധനങ്ങൾ ഇതൊക്കെ ഏറ്റുന്നു. ആകെ ഒന്നും ഇറങ്ങി. ഞാൻ അടുത്തതൊക്കെ ഇറങ്ങിക്കണ്. രണ്ടാമത്തെ വ്ളോഗ് എടുത്തിട്ട് രണ്ടല്ല മൂന്നൊക്കെ കഴിഞ്ഞിക്കണ്. അതല്ല പറഞ്ഞേ, രണ്ടാമത്തെ വ്ളോഗ് എടുത്തിട്ട് പുതുപ്പറമ്പത്തെ അതെടുത്തിട്ട് ഒരു അഡ്രസ്സും ഇല്ല. ഓൻ എഡിറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞേ 40 മിനിറ്റ് എത്ര ഉണ്ട്. എന്നിട്ട് ഓൻ ഇവിടെ വന്നു. എന്നിട്ടോ അതിന്റെ എക്സ്പോർട്ട് എടുത്ത് തരുന്നില്ലേ. എന്താ കാട്ടണം, നമ്മളെ എഡിറ്ററെ ഹയർ ചെയ്യണ്ടേ. പക്ഷെ ഞാൻ ചെയ്ത വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗ് ഞാൻ ചെയ്തതാ. പക്ഷെ ഞാൻ വിലയിരുത്തത് നീ തെണ്ടിയാണോ അത് ചെയ്ത് വിചാരിക്കും. അല്ലോ ആശാന്റെ പേരാണ് കൊടുത്ത. ആശ ഉറങ്ങി. നീശ പറടാ പേരെന്താ? പേരെന്താ? എന്നെ കണ്ടാ അറിയും. ഓടാ ഈ ഫേമസാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്വദായ ഇഷ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ പുതിയ അതിഥികളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ കൊട്ടുകാരൻ. പേര് പറഞ്ഞു കൊടുക്കൂ. റജിനാസിൻ്റെ കൊട്ട്, അതാണ് കൊട്ട്. പിന്നെ നമ്മുടെ വ്യക്തി, നമ്മൾ ഓൾറെഡി നമ്മളെ സ്വദായിഷ്കിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. എവിടെയാണ് പഠിക്കുന്നത് പറഞ്ഞു കൊടുത്താ? മൈസൂർ പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? സ്പീച്ച് തെറാപ്പി. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ ടൈം വാങ്ങിച്ചു കൊടുത്താ? ടൈം 7:57. 8:30 നമുക്ക് തിരൂരെത്തണം. ട്രെയിനുണ്ട്. 2 ആൾക്കാർ നേരത്തെ വന്നു പോയി, നമ്മൾ കാണിച്ചു തന്നില്ല. ഒരാളിപ്പോൾ കുളിച്ച് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് 8:30 ട്രെയിന് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഓക്കെ, ഓല ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല ആളാ, ടീമിന്റെ മെയിൻ ആളാ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ തിരൂര് എത്തിട്ടോ. തിരൂര് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നതാണ്. അത് പോകുന്ന ആളാതെ പോണേ. അല്ല ഒരാള് ഫാദിലിന് തപ്പി ഇറങ്ങിയതാ. അവിടെ പോയി തപ്പി നോക്കിയിട്ട് അവിടെ ആൾക്കാരില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. അല്ല ഓ, ഇന്ന് മൊത്തത്തിൽ കിളി പോയിക്കണോ എല്ലാവർക്കും. ആകെ കിളി പറന്നു. ഇന്ത്യ പോയിട്ടില്ല, റബീൻ്റെ ആണ് മെയിനായി പോയിക്കുന്നത്. നമ്മൾ പോകുന്നതാ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ട്രെയിനിലെത്തി. ട്രെയിന് കിട്ടൂല എന്നുള്ളതിനോ ഇയാളാണ് നേരം വെച്ചത്. ഇപ്പൊ 6:30 വിളിച്ചോണ്ടിക്കാണ്ട് അതിന് നേരം വെക്കാൻ എനിക്ക് പകരമായിട്ട് എന്നോടൊന്നേ പറയണ്ട. പകരമായിട്ടൊന്നും പറയല്ല. പകരമായിട്ട് എന്താണ്, എന്റെ വീട്ടിലെ ആൾക്കാർ വന്ന് വണ്ടി കിട്ടിയില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രെയിനിൽ പിന്നെ തിരക്കില്ലാത്തോണ്ട് നമ്മള് എന്താ പറഞ്ഞറിയോ, ഇവര് കാരണം എന്താ പറഞ്ഞറിയോ, ഇജ്ജ് വരുമ്പോ ആരെങ്കിലും ഒക്കെ എന്നെ എണീപ്പിക്കുമല്ലോ. അപ്പൊ ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങിയതാണ്. എന്നാലും രാവിലെ ഞാൻ വിളിച്ചോണ്ടിരിക്കണ എല്ലാരും ഞാനാണ്. പാതിന് പോയിട്ട് കണ്ടേ, അതിന് പോട്ടാണ്ട്
ഞാൻ അങ്ങനെയൊന്നും കാട്ടിയിട്ടില്ല. ഞാൻ കോമൺ ആയിട്ടേ വർത്താനം പറഞ്ഞോളൂ. ഹലോ അതിലങ്ങനെ കാട്ടിയിട്ടില്ല. അതിലിനറിയപ്പോ ഹലോ ഹലോ ചായ കുടിച്ച് ചായ പൊറാട്ട ഞങ്ങളെ വണ്ടി കൂടുതൽ സ്പീഡ് ആയതുകൊണ്ട് വേറ്റി സുബീക്കന്നെ പോന്നു. അരപ്പൊറാട്ടൊന്നും സാമ്പാറും കൂട്ടി ഞങ്ങള് മുട്രോസ്റ്റിനെ പറ്റിച്ചു. പൊറാട്ട കൊടുന്ന ശേഷം മുട്രോസ്റ്റ് സാമ്പാർ അയച്ചു കൊടുത്തു. ഒരു കറിയും വേണ്ട. സാലിന് ചക്കയെല്ലാം തമ്പാനൂർ ഒരു കറിയും വേണ്ട. അവിടെ മാവിലാണ് ചക്ക. ഓഡിയോ കേൾക്കൊണ്ടോ അറിയില്ല, ഫുൾ കാറ്റാണ്. എന്തായാലും നമുക്ക് ഇനി ബാക്കി അപ്പൊ എന്നാലും പറയും നമ്മളെവിടെ എത്തി? We are at Mangalapuram. Mangalore Central. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഒരു ടീം വരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ ഓട്ടോ കയറി വരാനൊക്കെ പറയും. പിന്നെ ഒരു AC റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അവര് നമ്മളോട്. അത് തുടക്കേ ഇവിടെ ക്യാമറ ലെൻസ് ഫുള്ള് തുടക്കം. അത് കൈയിട്ടല്ല. ഇല്ലടാ, അത് ക്ലിയർ ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. ഇവനെ ഒന്നും പറഞ്ഞില്ല ക്യാമറ ഓൺ ആക്കിയാലേ, അല്ലെങ്കിൽ ഭയങ്കര തൊണ്ടായിരുന്നു. ഇൻട്രോവേർട്ടഡാ ഞാൻ ഇൻട്രോവേർട്ടഡ്. എവിടെ റബിയ കാറ്? AC കാർ എവിടെ? അതെ, എത്ര ഇത് ജീവിക്കണില്ലല്ലോ, രണ്ടാളും ഫോണിലാണല്ലോ. ഗ്ലാസ് ഗൈസ്, ഈ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ലീവിൽ എല്ലാവരും കോളേജിൽ കയറാണ്. അപ്പൊ തീരെ തിരക്കില്ല, ട്രെയിൻ ഫുൾ ഫ്രീ. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. കൊല്ലത്തിന് ശേഷമുള്ള ഈ പ്രോഗ്രാമിൽ എന്താണ് എക്സ്പെക്ടേഷൻ? എന്താ കൊല്ലത്തിന് ശേഷം നമ്മള് കുറച്ച് ലോങ് പിടിക്കുന്ന ആദ്യമായിട്ടല്ലേ? അത് പോയിന്റ്. അപ്പൊ ഇതിലെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതില് എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാല് ഇതിലുള്ള വ്യത്യസ്തത എന്താ വെച്ചാല് ഇതൊരു കല്യാണ പരിപാടിയല്ല. ഇത് കല്യാണ പരിപാടിയല്ല, ഇനോഗ്രേഷൻ പരിപാടിയാണ്. കൊല്ലം കഴിഞ്ഞിട്ട് നമ്മള് ജില്ലയല്ല വിട്ടത്, നമ്മള് സ്റ്റേറ്റ് തന്നെ വിട്ടു. കർണാടക എത്തി. നേരത്തെ വരായിരുന്നു. ഇൻട്രോവേർട്ടഡാ ഞാൻ ഫുൾ ഇൻട്രോവേർട്ടഡ്. അർച്ചക്കൊന്നും ഉണ്ടാകത്ത്, പാട്ടാടുമ്പോ മാത്രം തൊള്ളവർക്കുള്ളൂ അല്ലേ? കന്നഡ ಗೊತ್ತಿಲ್ಲ. ഫുള്ള് മാസം. ഒരാളോട് മാസ് എടുക്കാൻ പറഞ്ഞത്, മാസ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാ. തിരക്ക് പറഞ്ഞു. ഓ മാസ് അടുത്ത മാസം വിട്ടാൻ നിൽക്കണ്ട. ഗൈസ്, സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. വണ്ടി എത്തിയിട്ടില്ല. വണ്ടി എത്താത്തതുകൊണ്ട് എന്താണ് പറയാനുള്ളത്? വണ്ടി എത്താത്തത് കൊണ്ട് എന്താണ് പറയാനുള്ളത്? ആരാണ് എന്താണ് പറയ്. എന്താ സംഭവം? ഇതെന്താ കാര്യം പറയും. സംഭവം എന്താ സംഭവം? ഇത് വ്ളോഗാണ്. വ്ളോഗാണ്. കയ്യിന്ന് പോയിക്കണേ. പറയൂ. എന്തേ ഇത് ഇവിടുന്നാണ് പോവാണ് മൈസൂർക്ക്? ഇല്ല, നമ്മള് നാട്ടിൽ പോയിട്ടൊക്കെ പോവുള്ളൂ. ഓ, സ്റ്റാൻഡേർഡിലൊക്കെ ഇല്ല, ഞാൻ നാട്ടിൽ പോയിട്ടൊക്കെ പോകുള്ളൂ. അതരി പോയിട്ട് പോകുള്ളൂ. അതില് മാസ് ഇടുന്നു. ഫുഡ് ഗായ്സ്, അങ്ങനെ നമ്മളെ വണ്ടി എത്താനായിട്ടോ. ഒരുപാട് നിമിഷങ്ങളല്ല മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അതാണ് നമ്മളെ വണ്ടി. എല്ലാ ബാഗ് കൊടുത്തിക്കണ വരട്ടാദ്യം ഉണ്ടല്ലേ? നല്ല തണുപ്പില്ല. ആ ഗ്ലാസ് ഒന്ന് ഊരിട്ടോക്കടാ പൊന്നുമോനെ. ഓ, ഏതാ എൻട്രി പോനെ? ഇത് ഞാൻ സ്ലോ ആക്കും മുത്തേ. നേരത്തെ വരായിരുന്നു. ഇൻട്രോവേർട്ടഡാ. എനിക്കും ബൈച്ചുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ വണ്ടിയിൽ പോണത് കേട്ടോ. വണ്ടിയിൽ നമ്മള് ഭയങ്കര കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. വണ്ടിയിലേക്ക് പോണേ. ഇന്റർവ്യൂട്ട് ഫോൺ അങ്ങനെ തിരിച്ചരുത്. അങ്ങനെ പിടിക്കാം. ഇന്റർവ്യൂട്ട് ഫോൺ കുടിച്ചു. പക്ക ഇന്റർവ്യൂട്ടാണ് ഞാൻ. ഇൻവെർട്ടർ ഫാമിലി. ഇൻവെർട്ടർ ഞാൻ എന്താ വെച്ചാല് നമ്മളെ ഈ ഓരോ ആൾക്കാർ ഇങ്ങനെ
ഓരോന്ന് പറയും എന്ത് കാക്ക അടിപൊളിയാണ് അങ്ങനെ കുറെ പറയും. അപ്പോൾ അത് കേൾക്കാൻ നമുക്ക് ആവില്ല. ഇൻട്രോവേർട്ടായ പിന്നെ പ്രശ്നമല്ലോ. എൻ്റെ ഫോളോവേഴ്സൊക്കെ എൻ്റെ ഫോളോവേഴ്സ് കുറെ ആൾക്കാർ പറയും കോമഡി വരാ നിങ്ങളെ ചിരിയാണ് രസം അങ്ങനെയൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനല്ല, ഞാൻ മാസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മാസമാണ്. എനിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, അതാണ് പ്രശ്നം. എടുത്തോ അന്ന് എടുക്കുക സാധനം എടുക്കുക. അവിടെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഇരുന്നാ പോരാ ഗായ്സ്. ഇതിനാ ചൂട് ഹേ, ഭയങ്കര ചൂട് കേട്ടോ, ഒടുക്കത്തെ ചൂട്. നമ്മള് ഫുഡ് കഴിക്കാൻ കൊടുന്നാണെന്നാണ് നമ്മളെ വിചാരം. പോയൊക്കെ ഫുഡ് കഴിക്കാനാണോ? ഫുഡ് കഴിക്കാനാ? ഇവിടെയാണ് ഫാൻസി, ഇവിടെയാണ് അപ്പൊ നമുക്ക് പരിപാടി ഉള്ളതെന്ന് പറയുന്നത്. ഇതാണ് അപ്പൊ നമ്മളെ ഷോപ്പ്. ഒന്ന് ഇത് നോക്കിയാൽ ചെറിയൊരു ബ്ലോഗാണ്. എന്താണ് ഷോപ്പ് കണ്ടിട്ട് എന്താ പറയുള്ളത്? അതില് പറയും ഷോപ്പ് കണ്ടിട്ട് എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ എന്താ ഷോപ്പ് കണ്ടിട്ട്? അതൊരു ബോട്ട് എടുക്കണ്ടേ എഡിറ്റ് ചെയ്യുമ്പോ? ഒരാള് മാത്രം ചോറ്, ഞങ്ങളൊക്കെ ചിക്കൻ. നമ്മളെ ചിക്കൻ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ മൈക്ക് ചെക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മളെ കുട്ടി പ്രേക്ഷകരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ കുട്ടികളെ ഒന്നുകൂടി അടിച്ചു. ട്രയൽ പോയോക്കല്ലേ ഗായ്സ്? നമ്മളെ കാണികളെ നമ്മള് പാടുന്നത് കാത്തിരിക്കണ്ടോ? കുട്ടികളൊക്കെ നമ്മളെ പാടുന്നത് കാത്തിരിക്കാണ്. അർച്ചക്കൊന്ന് തുടങ്ങി കൊടുക്കേ. കുട്ടികളൊക്കെ അസംബിൾ ആയിരിക്കുന്ന. പാട്ട് പാടണോ? മൈക്ക് വേണോ? ഏത് പാട്ടാ പാടുന്നേ? കറണ്ട് പോയി ഗായ്സ്. പാടിനടിയിൽ കറണ്ട് പോയി. ആൾക്കാരാണ് ഇവിടെ കാണുന്നുണ്ടാവില്ല. ഇവിടെ ഫുൾ ആൾക്കാരാണ്. തലക്ക് വരെ ആൾക്കാര്. എന്തുണ്ടായി മുത്തേ? എന്തുണ്ടായി? ഞാൻ ബേസ് കൊട്ടി. ബേസ് തടിച്ചപ്പോ കറണ്ട് കയറി പൊട്ടി.
നമ്മക്കൊരു കുട്ടി പറഞ്ഞു വന്നതാണോ? കണ്ടപ്പോ അർഷക്ക് ഇത് പാടുവോ? അർഷക്ക് വിടുവാ കല്യാണി. ബട്ട് ഇത് നിങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. യുവർ ലാംഗ്വേജ് ഹിന്ദി ഓർ തമിഴ്, തെലുഗു, കന്നഡ, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ബഗോറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാൻസി ഷോപ്പ്. ഇവർക്ക് ദുബായിൽ ഓക്കെ, ദുബായിൽ ഓൾറെഡി ഇവർക്ക് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് ബഗോറ. സോ ഓൾ പ്രോഡക്ട്സ്, നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഇവിടുന്ന് ഭയങ്കരമായ ഓഫറിലാണ് കിട്ടുന്നത്. സോ നിങ്ങളെല്ലാവരും ഇനിയുള്ള നിങ്ങളുടെ ഷോപ്പിംഗ് എന്താ പറയുക, നമ്മുടെ ഫാൻസി ഷോപ്പിംഗ്സിന് നമ്മുടെ ബഗോറ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാം, നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് ബഗോറയുടെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ? പാട്ടിലേക്ക് പോവാം, പാട്ടിലേക്ക് പോവാം. മല്ലു മലയാളിയാണ്, എനിക്ക് തോന്നി. കുറെ മലയാളീസ് ആണോ? മലയാളികളൊന്നും കഴിവൊക്കെ ഒന്ന് രണ്ടേ നിങ്ങൾ മലയാളീസ് ആയിരുന്നല്ലേ? കുറെ ഉണ്ടാവും, കുറച്ചുള്ളാം. അത് ഓക്കെ, മനസ്സിലായി. ഓക്കെ, എനിവേ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ തർജ്ജമ ചെയ്ത് കൊടുക്കണം പ്ലീസ്. ഇംഗ്ലീഷ് പറഞ്ഞോ, ഇംഗ്ലീഷ് പറഞ്ഞോ. ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്. എന്നാ പാടിക്കൂടെ? ഫസ്റ്റ് ടൈം കല്യാണം പാടിയിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ് മുതൽ കുറേ പേര് ടീമിൻ്റെ പേര് ടീം സ്വദേശ്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ? ആരും ഹാപ്പി ആണോ? ഓൾ ടൈപ്പ് ഓഫ് സോങ്സ് ഞങ്ങൾ പാടിയിട്ടുണ്ട്. മലയാളം കുറേ റിക്വസ്റ്റ് വന്നു, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഒരു പുതിയ മാർക്കറ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നൊക്കെ ഒരു മല്ലൂസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എനിവേ നിങ്ങളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും നന്ദി. പിന്നെ ഞങ്ങളങ്ങോട്ട് ക്ഷണിച്ച ബഗോറ എന്ന ഫാൻസിക്കും പിന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ എടുത്തു പറയാതിരിക്കാൻ വയ്യ, നമ്മളെ സൗണ്ട് എഞ്ചിനീയേഴ്സും വളരെ വൃത്തിക്കായിട്ട് തന്നെ നമുക്ക് സൗണ്ട് റെഡിയാക്കി തന്നു. പിന്നെ ഇവിടെ കേട്ടിരുന്ന എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. അപ്പം ഞങ്ങൾ ടീമിൻ്റെ പേര് സ്വദേശ് എന്നാണ്. ഞങ്ങൾ ടീം തുടങ്ങിയിട്ട് 2 മന്തൊക്കെ ആയിട്ടുള്ളൂ. അത് പറച്ചിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് ഫസ്റ്റ് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും താങ്ക് യു. ഇതുവരെ എയർലൈനടാ. ആക്ച്വലി ഒരു 5 years ആയിട്ട് ഞങ്ങൾ ഒരു മ്യൂസിക് ബാൻഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ നൗ ഒരു 2 months ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സിംഗിൾ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ എസ്പെഷ്യലി മലബാർ സൈഡിലൊക്കെ കുറേ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരുന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ് ടീം സ്വദേശ്. ഗുഡ് നൈറ്റ്, ബൈ, താങ്ക് യു. മലയാളം അറിയില്ല? മലയാളം അറിയോ? ഹായ്, എന്താ പേരെന്താ? അപ്പോൾ ഗൈസ് നമ്മളെ പരിപാടി ഇവിടെ അവസാനിക്കണം. നമ്മളെ വ്ളോഗ് ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ്. വ്ളോഗ് അവസാനിക്കാനായിട്ടില്ല, വ്ളോഗ് തുടങ്ങണ.
അപ്പൊ ബായ്, നമ്മളെ പരിപാടി ഇതോടെ വ്ലോഗ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിയാനായിട്ടില്ല മക്കളെ, വ്ലോഗ് തുടങ്ങണുള്ളൂ മക്കളെ. ഗൈസ്. അപ്പൊ നമ്മളെ വ്ലോഗ് അവസാനിച്ചിട്ടില്ല, വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മിനിറ്റോ. ആദ്യമായി കർഷകൻ രണ്ടാമതായി മെയിൻ ലീഡർ റബി പി മൂന്നാമതായി ക്ഷണിക്കുന്നു മമ്മു. ജിനാസ് മമ്മു. ഇതാ അടുത്തതായി ഷഹൽ. ഷാലു ഷഹൽ വെള്ളരി ബാസിന് വണ്ണി. നമ്മളെ അണ്ണിലുണിയും കാരലിന്റെ കസിനും സ്നേഹം ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്കതാ അടിപൊളിയായി. ഇനി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇനി ഇവിടത്തോടെ അവസാനിച്ചു. വ്ലോഗ് കഴിഞ്ഞിട്ടില്ല, വ്ലോഗ് തുടങ്ങുന്നു. ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ് ടീം. ഇല്ല, വ്ലോഗ് നമ്മള് ഇനി തിരുവനന്തപുരം വരെ വ്ലോഗ് ഉണ്ട്. ആരും പോകരുത് കഴിഞ്ഞിട്ടില്ല, വ്ലോഗ് കഴിഞ്ഞിട്ടില്ല മക്കളെ.